വ്യക്തികൾ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കേട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊരു വിഷമമാണ്. ഇതിനൊരു 2 രീതിയിലുള്ള ദേഷ്യം പ്രകടനമുണ്ട്. ഒന്ന് സപ്രസ്ഡ് ആങ്കറാണ്. സപ്രസ്ഡ് ആങ്കർ എന്ന് പറയുമ്പോൾ അവർക്ക് ആ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ വളരെയേറെ അടിച്ചമർത്തപ്പെട്ട വിഷമങ്ങളുണ്ടാകും, അതിനോടുള്ള ദേഷ്യമാണ്. ഇത് ഒരു വിദ്വേഷമായിട്ടും വെറുപ്പായിട്ടുമൊക്കെ മനസ്സിൽ രൂപപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ആങ്കർ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ട്രിഗേർഡായിട്ട് വരുമ്പോൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ അത് ഭയങ്കര വെർബൽ അബ്യൂസായിട്ട് വരും. അത് മറ്റേ ആളെ വളരെയേറെ വ്രണപ്പെടുത്തുന്നതുമാണ്. ഇനി മറ്റൊന്നുള്ളത് മൊമെൻ്ററി ആങ്കറാണ്. മൊമെൻ്ററി ആങ്കർ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ്സ് വരുന്ന സ്ട്രെസ് ഹോർമോൺ അവർ വെൻറ്റിലേറ്റ് ചെയ്ത് കളയുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ആ മറ്റേ വ്യക്തിയോട് വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. അതൊരു മൊമെൻ്ററി ആങ്കർ എക്സ്പ്രഷനാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സപ്രസ്ഡ് ആങ്കർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനൊരു ഹെൽപ്പ് എടുക്കേണ്ടതാണ്. കാരണം എന്താണ് അവരുടെ ഉള്ളിലിരിക്കുന്ന പ്രയാസങ്ങൾ, അതിന് ഹീലിംഗ് കിട്ടണം. അതുപോലെ അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി റിസോൾവ് ചെയ്യാനും ഉള്ള വഴി ഒരുക്കുകയും വേണം. മറ്റേതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അവരുടെ ഒരു ഞാൻ പറഞ്ഞ അവർ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതി അപ്രോപ്രിയേറ്റ് ആണെന്നല്ല പറഞ്ഞത്. അവർക്ക് ശരിക്കും ഒരു ആങ്കർ മാനേജ്മെൻറ്റ് അവർക്കും കൗൺസിലിംഗ് കൊടുക്കാവുന്നതാണ്, പറയാവുന്നതാണ്. അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയാണെന്നല്ല പറഞ്ഞത്. എന്നാൽ ഇത് എന്നോടുള്ളതല്ല, അവരുടെ ഒരു സ്ട്രെസ്സ് പുറത്ത് കളയുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ കാണാം. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്കിപ്പം വൊമിറ്റ് ചെയ്യാൻ വരികയാണ്. വൊമിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ചു, വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നു, അത് നമ്മൾ വൊമിറ്റ് ചെയ്ത് കളയുകയാണ്. ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസം തോന്നും. അതൊരു മെറ്റീരിയൽ വേസ്റ്റ് പോവുകയാണ്. ഇത് പെട്ടെന്ന് നമുക്കൊരു കാര്യം ട്രിഗേർഡ് ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോൺ വരികയാണ്. ആ പെട്ടെന്ന് വരുന്ന സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ വേസ്റ്റ് എന്ന് നമുക്കതിനെ പറയാം. ആ ഇമോഷണൽ വേസ്റ്റിനെ നമ്മൾ വൊമിറ്റ് ചെയ്ത് കളയുന്നു എന്നുള്ള രീതിയിൽ മാത്രം കാണാൻ പറ്റിയാൽ അത് നമുക്ക് ഇൻറ്റേർണലൈസ് ചെയ്യാതെ നമുക്കത് ഉള്ളിലേക്ക് എടുക്കാതെ അവരുടെ ആ ഇമോഷണൽ വേസ്റ്റ് പുറത്ത് കക്കി കളയുകയാണ്, അതിപ്പോൾ അവരും കൂളായിക്കോളും എന്ന രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റും. പക്ഷേ മറ്റേ സപ്രസ്ഡ് ആങ്കർ നമുക്ക് ഭയങ്കര വിനപ്പെടൽ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതിന് അത് വാസ്തവമാണ്.